ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും അതിൻ്റെ വിശകലനവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. 1582 അക്ബർ ദിൻ ഇലാഹി മതം സ്ഥാപിച്ചു. 1582 അക്ബർ ദിൻ ഇലാഹി മതം സ്ഥാപിച്ചു. ദിൻ ഇലാഹി എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ മതം. തൗഹീദ് ഇ ഇലാഹി എന്നും അറിയപ്പെടുന്നു. മതവിശ്വാസികൾക്ക് വേണ്ടി അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരം ഇബാദത്ത് ഖാന 1575 നിർമ്മിച്ചു. മതവിശ്വാസികൾക്ക് വേണ്ടി അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരം ഇബാദത്ത് ഖാന. ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരൻ. ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരൻ. ജൈനമതത്തിലെ 23ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരൻ ജനിച്ചത് കുണ്ടല ഗ്രാമം വൈശാലി. വർദ്ധമാന മഹാവീരൻ ജനിച്ചത് കുണ്ടല ഗ്രാമം വൈശാലി. ജൈനമതത്തിലെ ത്രിരത്നങ്ങളാണ് ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പെരുമാറ്റം. ജൈനമതത്തിലെ 2 വിഭാഗങ്ങളാണ് ദിഗംബരന്മാരും ശ്വേതാംബരന്മാരും. ജൈനമതത്തിലെ 2 വിഭാഗങ്ങളാണ് ദിഗംബരന്മാരും ശ്വേതാംബരന്മാരും. ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അഗമ. ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അഗമ. ബുദ്ധമത സ്ഥാപകനാണ് ശ്രീബുദ്ധൻ. ബുദ്ധമത സ്ഥാപകനാണ് ശ്രീബുദ്ധൻ. ബുദ്ധന്റെ ജനനം കപിലവസ്തുവിലെ ലുംബിനിയിലാണ്. ബുദ്ധന്റെ ജനനം കപിലവസ്തുവിലെ ലുംബിനിയിലാണ്. ബുദ്ധന് ബോധോദയം ലഭിച്ചത് ബോധഗയയിൽ വെച്ചാണ്. ബുദ്ധന് ബോധോദയം ലഭിച്ചത് ബോധഗയയിൽ വെച്ചാണ്. ഉത്തർപ്രദേശിലെ കുശി നഗരത്തിൽ വെച്ചായിരുന്നു ബുദ്ധന്റെ മരണം. ഉത്തർപ്രദേശിലെ കുശി നഗരത്തിൽ വെച്ചായിരുന്നു ബുദ്ധന്റെ മരണം. ബുദ്ധമതത്തിൻ്റെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധമതത്തിൻ്റെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ആര്യസത്യങ്ങൾ, അഷ്ടാംഗമാർഗങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആര്യസത്യങ്ങൾ, അഷ്ടാംഗമാർഗങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് പാലി ഭാഷയിലാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് പാലി ഭാഷയിലാണ്. ബുദ്ധമതക്കാരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ത്രിപീഠിക. ഇതിൻ്റെ 3 ഭാഗങ്ങളാണ് വിനയപീഠിക, സൂക്തപീഠിക, അഭിധർമ്മപീഠിക. ബുദ്ധമതക്കാരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ത്രിപീഠിക. വിനയപീഠിക ബുദ്ധ സന്യാസിമാരുടെ പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ടത്. സൂക്തപീഠിക ബുദ്ധന്റെ പ്രബോധനങ്ങൾ അടങ്ങിയിരിക്കുന്നു. അഭിധർമ്മപീഠിക ബുദ്ധദർശനങ്ങൾ അടങ്ങിയിരിക്കുന്നു. അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1ാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. 1ാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. 1ാം പാനിപ്പട്ട് യുദ്ധം നടന്നത്
ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം അക്ബറും ഹുമയും തമ്മിലായിരുന്നു. 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം അക്ബറും ഹുമയും തമ്മിലായിരുന്നു. 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധം മറാത്തികളും അഫ്ഗാനികളും തമ്മിലായിരുന്നു. 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധം മറാത്തികളും അഫ്ഗാനികളും തമ്മിലായിരുന്നു. മറാത്ത വംശത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് മൂന്നാം പാനിപ്പട്ട് യുദ്ധം. മറാത്ത വംശത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് മൂന്നാം പാനിപ്പട്ട് യുദ്ധം. പ്ലാസി യുദ്ധം നടന്നത് 1757. പ്ലാസി യുദ്ധം നടന്നത് 1757. ബക്സാർ യുദ്ധം നടന്നത് 1764. ബക്സാർ യുദ്ധം നടന്നത് 1764. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. മാലി മാധവൻ നായർ. മാലി മാധവൻ നായർ. വിലാസിനി MK മേനോൻ. വിലാസിനി MK മേനോൻ. തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ലകളാണ് തൃശ്ശൂർ, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ലകളാണ് തൃശ്ശൂർ, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ജില്ലയാണ് മലബാർ. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ജില്ലയാണ് മലബാർ. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. നവംബർ 1 കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. നവംബർ 1 കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നു. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. കണ്ണൂരിലെ കരിവെള്ളൂർ സമരവും കാവുമ്പായി സമരവും നടന്നത് 1946. കണ്ണൂരിലെ കരിവെള്ളൂർ സമരവും കാവുമ്പായി സമരവും നടന്നത് 1946. പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം. പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കു ശേഷം പാടലിപുത്രം ആസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യം ഗുപ്തന്മാരുടേതാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ CE 320 ഗുപ്തവർഷത്തിന് തുടക്കം കുറിച്ചു. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ CE 320 ഗുപ്തവർഷത്തിന് തുടക്കം കുറിച്ചു. തലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ.
ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ. ഗുപ്തന്മാരുടെ ഗായും ഗരുഡൻ്റെ ഗായും വെച്ച് ഓർത്താൽ മതി കേട്ടോ അത്. അപ്പോൾ ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് ചാണക്യൻ. ചാണക്യൻ്റെ വേറൊരു പേരാണ് വിഷ്ണുഗുപ്തൻ. അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ. അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് ശ്യാമശാസ്ത്രി. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് ശ്യാമശാസ്ത്രി. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് മൗര്യ സാമ്രാജ്യം. മുഗൾ കാലഘട്ടം AD 1526 മുതൽ 1857 വരെ. മുഗൾ കാലഘട്ടം AD 1526 to 1857. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. സംഘകാലഘട്ടത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ചേര സാമ്രാജ്യം, ചോള സാമ്രാജ്യം, പാണ്ഡ്യ സാമ്രാജ്യം. ഇന്നത്തെ തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു ചോളമണ്ഡലം. ചോളന്മാരുടെ ഔദ്യോഗിക മുദ്ര കടുവ. ചോളന്മാരുടെ ഔദ്യോഗിക മുദ്ര കടുവ. ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂർ. ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂർ. ഏറ്റവും പ്രഗത്ഭനായ ചോള രാജാവാണ് കരികാല ചോളൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്